KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷി സേവ്യർ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് അംഗീകരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മന്ത്രി പരുവപ്പെട്ടു എന്നത് കഴിഞ്ഞ 1-2 ആഴ്ചക്കാലമായി കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ KSU MSFും മറ്റ് വിദ്യാർത്ഥി സംഘടന കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ സമര പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് കണക്കുകൾ അംഗീകരിക്കാൻ മന്ത്രി തയ്യാറായതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഞങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് 2 രീതിയിലാണ് ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ സർക്കാരിൻ്റെ മുൻപിൽ വെച്ചത്. ഒന്ന്, ഈ വിഷയത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ, അതായത് നിലവിൽ അഡ്മിഷൻ ലഭിക്കാതെ 10ാം ക്ലാസ്സിൽ ഉന്നത മാർക്ക് കരസ്ഥമാക്കി +1 അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഇമ്മീഡിയറ്റ്ലി അവർക്ക് അഡ്മിഷൻ നൽകണം. അതിനു വേണ്ടിയിട്ട് പുതിയ ബാച്ചുകൾ അനുവദിക്കണമെന്ന ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ. 2, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ, അതായത് എല്ലാ അക്കാദമിക് വർഷത്തിൻ്റെ ആരംഭത്തിലും ആവർത്തിക്കപ്പെടുന്ന ഒരു വിഷയമായിട്ട് +1 സീറ്റിൻ്റെ അപര്യാപ്തത എന്ന ഒരു വിഷയം, അത് പെർമനൻ്റ്ലി ശാശ്വതമായിട്ടുള്ള അതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന 2 ആംഗിളിലാണ് ഞങ്ങൾ നിർദ്ദേശങ്ങൾ സർക്കാരിൻ്റെ മുൻപിൽ വെച്ചത്. അതിൽ ഒന്നാമതായി ഏറ്റവും ഇമ്മീഡിയറ്റ്ലി ഈ വിദ്യാർത്ഥികൾക്ക് സീറ്റ് അനുവദിക്കാൻ അതിനുവേണ്ടി അധിക ബാച്ചുകൾ, ഞങ്ങളത് സർക്കാരിൻ്റെ മുൻപിൽ പറഞ്ഞു. ഇവിടെ മാർജിനൽ ഇൻക്രീസ് എന്ന എല്ലാ വർഷവും നടക്കുന്ന സ്ഥിരം നാടകം ഈ വർഷം ആവർത്തിക്കപ്പെടാൻ പാടില്ല. മറിച്ച് ഇവിടെ അധിക ബാച്ചുകൾ എന്നതാണ് ഞങ്ങളുടെ നിർദ്ദേശം. അതും സർക്കാർ മേഖലയിൽ ഈ ബാച്ചുകൾ അനുവദിക്കപ്പെടണമെന്ന ഞങ്ങൾ സർക്കാരിൻ്റെ മുൻപിലേക്ക് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അത് സർക്കാർ പരിഗണിക്കാം എന്നൊരു ഉറപ്പ് മന്ത്രി നൽകിയിട്ടുണ്ട്. അപ്പം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടാൻ ഏതെല്ലാം മേഖലകളിലാണ് അധിക ബാച്ചുകൾ വേണ്ടത് എന്ന് നിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 അംഗ സമിതിയെ ഹയർ സെക്കൻഡറി ജോയിൻറ്റ് ഡയറക്ടർ അക്കാദമിക്സും മലപ്പുറം RDD ഉൾപ്പെടെയുള്ള ഒരു 2 അംഗ സമിതിയെ സർക്കാർ നിയോഗിച്ചു. ഈ ജൂലൈ മാസം 5-ാം തീയതി റിപ്പോർട്ട് സമർപ്പിച്ച് എവിടെയെല്ലാമാണ് അധിക ബാച്ചുകൾ അനുവദിക്കപ്പെടേണ്ടത് എന്ന് നിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ട് സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അധിക ബാച്ചുകൾ അംഗീകരിക്കാമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമതായി ഞങ്ങൾ പെർമനൻ്റ്ലി ഈ വിഷയം പരിഹരിക്കണം. നമുക്കറിയാം, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഇതിൻ്റെ ഏകജാലക പ്രക്രിയയിൽ ഒരു വലിയ പ്രശ്നം അല്ലെങ്കിൽ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അത് താലൂക്ക് അടിസ്ഥാനം ഒരു യൂണിറ്റ് ആക്കി പരിഗണിച്ചുകൊണ്ട് ആ വിഷയത്തിലൊരു പരിഹാരം കണ്ടെത്തണമെന്ന ഞങ്ങളുടെ നിർദ്ദേശം സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ പരിഹാരം ഉണ്ടാകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒപ്പം ഈ വിഷയങ്ങളെല്ലാം ഇപ്പം ജൂലൈ 5-നകം ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കി ഞങ്ങൾ ഒരു നിർദ്ദേശം കൂടി സർക്കാരിൻ്റെ മുൻപിൽ വെച്ചത് ഓപ്പൺ സ്കൂൾ അഡ്മിഷനുകൾ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമേ അതിൻ്റെ പ്രക്രിയ പൂർത്തിയാക്കാവുള്ളൂ. അല്ല എങ്കിൽ കൂടുതൽ +1 സീറ്റ് ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെട്ട സ്കൂളുകളിൽ ഇഷ്ടപ്പെട്ട കോമ്പിനേഷനിൽ സീറ്റുകൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ സീറ്റില്ല എന്ന് കരുതിക്കൊണ്ട് അവർ തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം വിദ്യാഭ്യാസ മന്ത്രി പരിഗണിച്ചുവെന്നും +1 അധിക ബാച്ച് അനുവദിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പ് നൽകിയെന്നുമാണ് ഇപ്പോൾ അലോഷ്യ സേവ്യർ മാധ്യമങ്ങളോട് പറഞ്ഞത്.